BSc ഫാമിലി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് ഒരു വ്ളോഗിൻ്റെ ടൈപ്പാണ്, പക്ഷേ വ്ളോഗൊന്നും അല്ലത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയുള്ള ഫ്രൂട്ട്സ് മേടിക്കാൻ പോവാണ്. അതായത് നമ്മൾ ഫ്രൂട്ട്സ് എങ്ങനെയാണ് സോക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു വർഷം വരെ ഈ ഫ്രൂട്ട് നമുക്ക് എങ്ങനെയാണ് സേഫായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഏതൊക്കെ ഫ്രൂട്ട്സാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് നിങ്ങളെ കാണിച്ചിട്ടാണ് എങ്ങനെയാണ് ഒരു സാധനം നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി മേക്ക് ഷുവർ ചെയ്യുന്നതാണ് ഇന്ന് കാണുന്നത്. നമ്മൾ പോയിട്ട് അത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ മാർക്കറ്റ്. ഐ ആം വെയിറ്റിംഗ്. That's cool. നമ്മളിന്ന് മേടിക്കുന്ന ഫ്രൂട്ട്സുകൾ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആ ഫ്രൂട്ട് സോക്ക് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ ടേസ്റ്റ് എപ്പോഴും. സോ റമ്മി സോക്ക് ചെയ്യുന്നുണ്ട്, കാരാമലി സോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് ടൈപ്പിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ കോമ്പിനേഷൻ ചെയ്യുന്നത് രണ്ടിൻ്റെയും കൂടെയാണ്. ഇപ്പം ഞാൻ ഇവിടുന്ന് ഫ്രൂട്ട്സ് മേടിക്കുന്നത് വെച്ചാൽ ഓർഗാനിക്കാണ്, അതുപോലെ തന്നെ ഹെൽത്തിയർ വേർഷനാണ്. നമ്മളിപ്പം ഒരു ഫാമിലിക്ക് വേണ്ടിയാണ്, ഇപ്പം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓർഗാനിക് ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, എന്നാലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഫുഡ് കഴിക്കാൻ സാധിക്കും. സോ അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇവരുടെ കൂടുതൽ 90% സാധനങ്ങളും ഓർഗാനിക്കാണ്, പക്ഷേ ഇച്ചിരി വില കൂടുതലാണ്. എന്നാലും നല്ല ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താണ് ഇവരുടെ പ്രൊഡക്റ്റുകളെല്ലാം ഇവർ നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇത് അമേരിക്കയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയൊരു സ്റ്റോറാണ്. പക്ഷേ ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ വന്ന് സാധനം മേടിക്കണം, കാരണം അതിൻ്റെ വില കൂടുതലുമുണ്ട്. എന്താണെങ്കിലും നമുക്ക് അകത്ത് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നാട്ടിലെ കരിക്കാണിത്, കരിക്ക് വെട്ടിയിട്ട് വരുന്നതാണ്. ഇതൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ നമുക്ക്. സോ ഇതൊന്നും നമ്മൾ നാട്ടിൽ വിൽക്കാറില്ല, പക്ഷേ ഇങ്ങനെയുള്ള മാർക്കറ്റുകളിലെല്ലാം ഈ സാധനങ്ങളെല്ലാം ഇവർ വിൽക്കുന്നുണ്ട്. കണ്ടോ, നല്ല കരിക്കാണ്. തായ്ലൻഡാണ് കേട്ടോ, തായ്ലൻഡിൽ നിന്ന് വന്നതാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ അത്. നിങ്ങൾക്ക് കാണാം, ഇത് ഫുള്ള് നട്ട്സിൻ്റെ സ്പേസാണ്. നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട നട്ട്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് എടുക്കാം, പക്ഷെ അതിന് മുമ്പ് നമുക്ക് എല്ലാം ഒന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ആണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മൾ ചോക്ലേറ്റ്സ് മേടിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാമല്ലോ, നല്ല ക്വാളിറ്റി ചോക്ലേറ്റ്സ് മേടിക്കും. നിങ്ങൾക്ക് കാണാം റോഷസ്, നമ്മളിത് നേരത്തെ ചെയ്തിട്ടുണ്ട് റോഷസ്. അതുപോലെ തന്നെ ഇതെല്ലാം റോഷസ് ആണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ആണ്, ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ചോക്ലേറ്റ് ഉള്ള ചോക്ലേറ്റ്സ് ആണ്. ആപ്രിക്കോട്ട് ഇത് 369 ഗ്രാം ഉണ്ട് കേട്ടോ ആപ്രിക്കോട്ട്. അപ്പോൾ ആപ്രിക്കോട്ട് എന്താണ് നമുക്ക് വേണം. അപ്പോൾ റൈസിൻസിൽ തന്നെ ഇവിടെ 3-4 വെറൈറ്റീസ് ഇരിപ്പുണ്ട്. ഞാൻ എടുക്കുന്ന ബ്ലാക്ക് റൈസിൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പൗണ്ടിന് അപ്പോൾ ഒരു പൗണ്ട് എന്ന് വെച്ചാൽ 450 ഗ്രാമിന് ഏകദേശം $3 ഈ മുന്തിരിങ്ങയ്ക്ക് വില. എന്നാൽ നമ്മൾ ഇത് തന്നെയാണ് എടുക്കുന്നത്.
സോ എല്ലാം റെഡിയാണ് ഇവിടെ. നമുക്കൊന്ന് തൂക്കി നോക്കിയത് എത്ര ഗ്രാം ഉണ്ടെന്ന് ഈ സംഭവം. സോ എന്നിട്ട് കാരണം ആ ഒരു ഈക്വൽ അളവ്. സോ ഇതൊരു 1 പൗണ്ട് 3/4 ഉണ്ട്, 1/4 കപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് 1.5 കപ്പ് തികച്ചതിനെടുത്തേക്കത് നമുക്ക് ഇതുപോലത്തെ 2 എണ്ണം നമുക്കെടുക്കണം. റേസിൻസാണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, റേസിൻസാണ് നമ്മുടെ പ്ലം കേക്കിന് ഏറ്റവും ബെസ്റ്റ്. കാരണം റേസിൻസ് കൂടുതൽ അളവ് വേണം കേട്ടോ, ഒരിക്കലും റേസിൻസ് കുറയ്ക്കാൻ പാടില്ല. റേസിൻസ് ഏറ്റവും കൂടിയ അളവ് റേസിൻസ് ഇടുന്നത് നമ്മൾ 2 പാക്ക് റേസിൻസ്. സോ ആപ്രിക്കോട്ട് നമ്മൾ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ 369 ഗ്രാം ഉണ്ടെന്ന്. പക്ഷേ ആപ്രിക്കോട്ട് 369 ഗ്രാമിൻ്റെ ആവശ്യമില്ല. നമുക്ക് പകുതി എടുത്താൽ മതി. ഇൻ കേസ് ഇവിടെയുള്ള ആപ്രിക്കോട്ട് സെപ്പറേറ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലെ പാക്കറ്റ് അല്ലാത്തതുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് മേടിക്കുന്നതാണ് കേട്ടോ. ഇത് മാറ്റും അന്നേരം. സോ ഗോൾഡൻ റൈസിൻ്റെ ആവശ്യമില്ല നമുക്ക്. സോ പക്ഷേ നമ്മൾ ഡ്രൈഡ് ഫ്രൂട്ട് എടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ എടുക്കാം, വേണ്ട ഇത് ഇറ്റ്സ് ഓക്കെ. നമുക്കിത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, കാരണം ഏറ്റവും എളുപ്പത്തിലുള്ള മാത്രമുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. സോ ഒരുപാട് ആൽമണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ച് ആൽമണ്ടിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ആൽമണ്ട് എടുത്തുള്ളൂ. അത് ഞാൻ തൂക്കുന്നൊന്നുമില്ല. ഈന്തപ്പഴം. അപ്പോൾ നമ്മൾ ഈന്തപ്പഴം എടുക്കുന്നുണ്ട്. അത് നല്ലോണം പഴുത്ത ഈന്തപ്പഴമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. നമ്മൾ പ്ലം കേക്കിന് വേണ്ടി നല്ലോണം പഴുത്ത ഈന്തപ്പഴം. സീഡുള്ളതാണ്, പക്ഷേ സീഡ് നമുക്ക് എടുത്ത് മാറ്റാവുന്ന കേട്ടോ. ഇത് ഡ്രൈ പപ്പായാണ് കേട്ടോ. നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി എന്ന് പറയുന്ന സംഭവമാണ്. ഡ്രൈ പപ്പായാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കണ്ടോ, ഇത് സ്വീറ്റൻഡ് ആണ്. അപ്പം ഇനി നമുക്ക് വേണ്ടത് ജാമാണ്. നമുക്ക് മിക്സ് ഫ്രൂട്ട് ജാം ഉണ്ടോ എന്ന് ഇവിടെ നോക്കാം. മിക്സ് ഫ്രൂട്ട് ജാം ഉണ്ടെങ്കിൽ അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട നമുക്ക്. നമുക്ക് മിക്സ് ഫ്രൂട്ട് ജാം കിട്ടില്ല, മിക്സ് ബെറി ജാം കിട്ടിയിട്ടുണ്ട്. പല ഡിഫറെൻറ്റ് ടൈപ്പ്സ് ബെറീസ് ഉണ്ട്, റാസ്ബെറി, സ്ട്രോബെറി, അതുപോലെ ബ്ലൂബെറിയുള്ള എല്ലാം ഉള്ള ബെറി മിക്സ് ജാം എടുത്താൽ ഇതാണല്ലോ മതി കേട്ടോ. അപ്പം ഇത് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ മിക്സ് ഫ്രൂട്ട് ജാം എടുത്താലും മതി കേട്ടോ. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ചെറീസ് അപ്പോൾ അതിനുള്ള എല്ലാം തീർന്നു. പക്ഷേ അന്നേരം ചെറീസ് കണ്ടേ നമുക്ക് ഇവിടെ പല ഗ്ലേസ് ചെറി ഒന്നും കിട്ടത്തില്ല. അപ്പോൾ തന്നെ സാധാരണ ഡ്രൈ ചെയ്ത ചെറിയാണല്ലോ മതി. നമ്മുടെ ഡ്രൈ ഫ്രൂട്ടല്ലേ നമ്മൾ സോക്ക് ചെയ്യുന്നത്. അപ്പോൾ സോക്ക് ചെയ്യുമ്പോൾ ഇത് നല്ലോണം അബ്സോർബ് ആയിക്കോളും നമ്മുടെ ലിക്കറും ഇതെല്ലാം കൂടെ. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതോടെ എടുത്ത് നമ്മൾ ബില്ല് ചെയ്യാൻ പോകാം കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും നമ്മളിതിന് ഉപയോഗിച്ചിട്ടില്ല. താങ്ക് യു. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ മേടിച്ചതിന് നമുക്ക് $37 നമ്മൾ സ്പെൻഡ് ചെയ്ത്. ഏകദേശം ഇപ്പം 70 രൂപ വെച്ച് കണക്ക് കൂട്ടുവാണെങ്കിൽ $1. സോ 2800 സാധനം ആയുള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഫ്രൂട്ട്സ്. അപ്പം ഒരുപാട് ഫ്രൂട്ട്സൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് ബേ ഷോപ്പ് എന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന്
കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ഒന്നും ചെയ്താൽ സാധനങ്ങൾ മേടിക്കുമായിരുന്നു. മെമ്പേഴ്സിന് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പം see you next time.